നമസ്തേ. എല്ലാവരും വ്രതശുദ്ധിയുടെ ഒരു സന്തോഷത്തിലാണല്ലേ. നമുക്കറിയാം മണ്ഡലകാലം ആരംഭിച്ചു. മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താണ്? വൃശ്ചിക മാസത്തിൽ നമുക്കറിയാം ശബരിമല തീർത്ഥാടനം നടക്കുന്ന സമയമായതല്ലേ. വൃശ്ചിക മാസം 1-ാം തീയതി, അതായത് തിങ്കളാഴ്ച വൃശ്ചികം 1 അപ്പോൾ അന്ന് ശബരിമലയിലെ തീർത്ഥാടന സത്രം തുടങ്ങുന്ന ദിവസമായിരുന്നു അല്ലേ. ഇപ്പം നമ്മുടെ ഏതാണ്ട് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ഭഗവാനെ പ്രാർത്ഥിച്ചു, പിന്നെ മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് അല്ലേ. നമ്മൾ ഇപ്പം ഫുള്ള് നോയമ്പ് നോക്കിയില്ലെങ്കിലും നമ്മൾ ആദ്യത്തെ 12 നോയമ്പ് എല്ലാവരും നോക്കാറുണ്ട് അല്ലേ. അപ്പം എല്ലാവരും 12 നോയമ്പൊക്കെ നോക്കുന്നുണ്ടല്ലോ. വ്രതശുദ്ധിയോടെയൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോഴ് എല്ലാവരും ഹാപ്പിയാണോ? ओके. अरे बच्चे, हमें पिछली कक्षा में कौन सा पाठ पढ़ा याद है? बिना कहीं बात नाम का पाठ पढ़ा. यहाँ यह कहाँ हुई कथा है? ये कहानी कहाँ हुई है? कंचनगढ़ नामक एक राज्य में हुई है. कंचनगढ़ की राजा का नाम क्या है? राजा कंचन देव है. कंचन देव कंचनगढ़ में एक बार भूखमरी और वहाँ एक गरीबी की हालत थी. उस समय राजा ने बहुत दुखी थे. उस समय वहाँ में एक साधु आया. उसने कहा कि कंचनगढ़ सचमुच कंचन का गढ़ है. इसके अंदर, ये भूमि के अंदर सोने की खजाना है. उसकी बातें मानकर राजा ने वहाँ धरती खुदवाई और सारी सोने उसको मिल गई. उसका राज्य संपन्न हुई. उसमें कोई आदमियों को काम करने की कोई आवश्यकता नहीं है, इसलिए वहाँ के आदमी आलसी हो गए थे. इसकी परिणाम है हमें पिछली कक्षा में देखे. इसकी परिणाम क्या है? इसकी परिणाम लोग आलसी होते हुए भी लोग और वहाँ की चिड़िया, पशु पक्षियाँ आदि आलसी हो गए. राजा ने चारों ओर धान्य बिखेर देती थी. सभी പക്ഷിयों ने वहाँ आकर वह खाते थी അല്ലേ. നമുക്കറിയാം അവിടെ എല്ലാം ധാന്യപ്പുരകളും ഒക്കെ ധാന്യങ്ങളെല്ലാം വാരി വിതറിയിട്ടിരുന്നു. അതുകൊണ്ട് പക്ഷികൾക്ക് പോലും പറന്നുപോയി ആഹാരം തേടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു? പക്ഷികൾ ഈ അരിമണികൾ തിന്നാൻ വരുന്ന സമയത്ത് കഴുകൻ, അതായത് ഈ ശിക്കാരി വേട്ടപ്പക്ഷികൾ വന്നിട്ട് ഈ പക്ഷികളെ ഭക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ. എല്ലാത്തിനെയും കൊന്നിട്ടു. അപ്പോഴങ്ങനെ രാജാവിനെ മന്ത്രി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും രാജാവിന് മനസ്സിലായില്ല. അതിൻ്റെ വെളിച്ചത്തിൽ മന്ത്രി രാജാവുമായിട്ട് ചുറ്റിക്കറങ്ങാൻ പുറത്തിറങ്ങി 2 സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാം സെയിം ദൃശ്യങ്ങളായിരുന്നു. എന്തായിരുന്നു കണ്ടത്? അവിടെയെല്ലാം പ്രാവുകൾ ചത്തൊടുങ്ങി കിടക്കുന്നു. ഈ പ്രാവുകളെ കൊന്നതാരാണ്? വേട്ടപ്പക്ഷികളാണ്. बाकी भाग देखिए. राजा ने मंत्री से पूछा तो उसे फिर वही उत्तर दिया, शिकारी पक्षियों ने इन्हें भी मार डाला है. राजा ने मंत्री से पूछा. രാജാവ് മന്ത്രിയോട് ചോദിച്ചു. तो उसने फिर वही उत्तर दिया. അപ്പോഴും എന്താണ് രാജാവ് എന്താ ചോദിച്ചത്? शिकारी पक्षियों ने इन्हें भी मार डाला है. ഇതിനെയും ശിക്കാരി പക്ഷികളാണ് കൊന്നത് എന്നാണ് ആരുത്തരം പറഞ്ഞത്? മന്ത്രി ഉത്തരം പറഞ്ഞത്. तो कबूतर भागते क्यों नहीं? അപ്പോൾ രാജാവ് എന്താ ചോദിച്ചത്? ഈ പിന്നെ പ്രാവുകൾ എന്താണ് ഓടിപ്പോകാതിരുന്നത്? ഭാഗ്ന മീൻസ് ഓടിപ്പോവാ, പറന്നു പോകാതിരുന്നത്. वे इसलिए नहीं भागते हैं क्योंकि वे सब आलसी हो गए हैं. उन्हें निःशुल्क में दाना जो मिलने लगा है वे दाना खाने आता है और शिकारी पक्षी उन्हें आसानी से मार डालते हैं. मंत्री ने राजा को समझाया.
राजा की आंखें खुल गई। देखिए, वे इसलिए नहीं भागते हैं क्योंकि वे सब आलसी हो गए हैं। उन्हें निःशुल्क में दाना जो मिलने लगा है, അതായത് നിശുൽക്ക് മീൻസ് ഫ്രീ അല്ലേ, ഫ്രീ ആയിട്ട് ധാന്യമണികൾ ലഭിച്ചത് കാരണം ഈ പക്ഷികളും എന്തായി മാറി? അലസന്മാരായി മാറി. അതുകൊണ്ടാണ് അവയെ ഓടിപ്പോകാഞ്ഞത്. വേ ദാന ഖാനെ ആത്തേ ഹെ ഒരു ശിക്കാരി പക്ഷി ഉനെ ആസാനി സെ മാർ ഡാൽത്തേ ഹെ. അതായത് ഇവയെല്ലാം ആഹാരം, അതായത് ധാന്യമണികൾ തിന്നാൻ വന്നു. അതുപോലെ ശിക്കാരി പക്ഷികൾ അവയെ വളരെ ഈസി ആയിട്ട് കൊന്നു തിന്നു. മന്ത്രിനെ രാജാക്കോ സംശായ, മന്ത്രി രാജാവിനെ പറഞ്ഞു മനസ്സിലാക്കി. രാജാക്കി ആങ്കേം ഖുൽഗി, അങ്ങനെ രാജാവിൻ്റെ കണ്ണുകൾ തുറന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ രാജാവിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നോ? അല്ല, രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം അത്രയും നാള് മന്ത്രി ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് രാജാവ് അതിന് വഴിപ്പെട്ടില്ല. ആൾക്കാരുടെ നന്മയെ കരുതി ഇത്രയും നാൾ അവർ പട്ടിണി കിടന്നതല്ലേ, അതുകൊണ്ട് അവർക്കെല്ലാം കൊടുത്തേക്കാവുന്ന കരുതി രാജാവ് കൊടുത്തതാണ്. പക്ഷേ ഒരു സൈഡിൽ പശുപക്ഷികളും മനുഷ്യരും എല്ലാം മടിയന്മാരായിപ്പോയി. ഇപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം രാജാവിന് മനസ്സിലായത്. शाम को उन्होंने मंत्री को बुलवाया, कहा नगर के सारे निःशुल्क भोजनालय बंद करवा दो, जो मेहनत करे वे ही खाए, लोग निकम्मे होते जा रहे हैं। और हाँ, एक बात और, मैं अब शत्रु के सोना मांगने पर सोना नहीं दूंगा, सिर्फ लड़ूंगा, जाओ सेना को मजबूत बनाओ. എന്താണ് അന്ന് രാജാവ് തീരുമാനമെടുത്തത്? ശ്യാം കോ ഉനോനെ മന്ത്രി കോ ബുൽവായ, വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം മന്ത്രിയെ വിളിപ്പിച്ചു. കഹ, എന്നിട്ട് പറഞ്ഞു, നഗർക്കെ സാരേ നിശുൽക്ക് ഭോജനാലയ, നഗരത്തിലുള്ള ഫ്രീ ആയിട്ട് നടത്തുന്ന എല്ലാ ഭോജനാലയവും എല്ലാ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ബന്ദ് കർവാതു, പെട്ടെന്ന് തന്നെ അടച്ചേക്കൂ. ജോ മേഹനത് കരേം വേഭി കായേ, ആരാണോ ജോലി എടുക്കുന്നത് അവർ ഭക്ഷിച്ചാൽ മതി. ലോക നികമ്മേ ഹോത്തേ ജാ രഹേ ഹെ, ആളുകളെല്ലാം അങ്ങ് വെർത്ത്ലെസ് ആയി. നിക്കമ്മ വെർത്ത്ലെസ് മീൻസ് വില കുറഞ്ഞവരായി തീരുന്നു. കാരണം എന്താണ്? അവർ മടിയന്മാരായി തീരുന്നു, അവരെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാതായി തീരുക. അതുകൊണ്ട് ഈ ഭോജനാലയമെല്ലാം അടച്ചേക്കൂ. और हाँ, एक बात और, ഇനി ഒരു കാര്യം കൂടി, മേം അബ് ശത്രുക്കെ സോന മാംഗനെ പർ സോന നഹീം ദൂങ്ക, ഞാൻ ഇനിയും ശത്രുക്കൾ സ്വർണം ആവശ്യപ്പെടുമ്പോൾ സ്വർണം നൽകുകയില്ല. സിർഫ് ലഡൂങ്ക, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതിന് പകരം? യുദ്ധം ചെയ്യുക തന്നെ ചെയ്യണം. ജാവോ സേനാക്കോ മജ്ബൂത് ബനാവോ, പോകൂ, പോയി നിങ്ങൾ സേനയെ സ്ട്രോങ് ആക്കൂ, സേനയെ ശക്തമാക്കൂ. मंत्री राजा की बात मानकर सुनकर बहुत खुश हुआ. बोला, महाराज, मैं तो बहुत दिनों से यही बात कहना चाहता था, लेकिन आपके क्रोध के डर से चुप रहा है. മന്ത്രി രാജാവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തുഷ്ടനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാരാജ്, മേം തോ ബഹുത് ദിനോം സേ യഹി ബാത് കഹനാ ചാഹതാ താ. അല്ലയോ മഹാരാജാവേ, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് താങ്കൾ ആവശ്യപ്പെട്ട ഈ കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ലേക്കിൻ ആപ്കെ ക്രോധ് സെ ഡർ സെ ചുപ് രഹ, എന്നാൽ താങ്കൾക്ക് ദേഷ്യം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മൗനം പാലിക്കുകയായിരുന്നു. ഏ സുൻകർ രാജ ഹസ്പടെ, ഇത് കേട്ടപ്പോൾ രാജാവ് അങ്ങ് ചിരിച്ചു. ബോലെ, എന്നിട്ട് പറഞ്ഞു, തുമേ മാൻ ഗയ, താങ്കളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തും ബിനാ കഹേ ഭി അപ്പനി ബാത് ഖൂബ് കഹനാ ജാൻതേ ഹോ, എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ നമ്മൾ ബിനാ കഹി ബാത്ത് എന്ന് ഇതിന് പറയുന്നേ, പറയാതെ അറിഞ്ഞ കാര്യം എന്നാണ് അല്ലേ? പറയപ്പെടാത്ത കാര്യം മീൻസ് ഞാൻ താങ്കളെ സമ്മതിച്ചിരിക്കുന്നു. തും ബിനാ കഹേ ഭി അപ്പനി ബാത്ത് ഖൂബ് കഹനാ ജാൻതേ ഹോ, താങ്കൾ ഒന്നും പറയാതെ തന്നെ താങ്കളുടെ പ്രവൃത്തിയിലൂടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. താങ്കളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, താങ്കളുടെ ബുദ്ധി കൂർമ്മതയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം രാജാവല്ലേ, നമ്മൾ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷുഭിതരാവും അല്ലേ, ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് മന്ത്രി ഭയന്നിരുന്നതാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ പറയാതെ തന്നെ മന്ത്രി രാജാവിനെ കൂടെ കൊണ്ടു നടന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ചു. അപ്പം നല്ലൊരു സ്റ്റോറിയാണ് ഇതല്ലേ. ഇതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിരുന്നു, മൂത്തവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് തോന്നാം?
ആ പിന്നെ ആദ്യം നമുക്ക് ദേഷ്യം വരും, ഇവർക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ അല്ലേ. നമ്മൾ ചിലപ്പോൾ അച്ഛനമ്മമാരൊക്കെ നമ്മളോട് അമ്മനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ലേ, അച്ഛന് വേറെ പണിയും മുത്തശ്ശിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറയും. പക്ഷേ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ധാരാളം അനുഭവങ്ങൾ ഉള്ളവരാണ്. അവർക്ക് എന്തൊക്കെ ചെയ്താൽ അത് തെറ്റാവും, എന്തൊക്കെ ചെയ്താൽ അത് ശരിയാവും എന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ചവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മുതിർന്നവരുടെ വാക്കുകൾ അല്ലേ, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ നന്നായിട്ട് ശ്രവിക്കുക, നന്നായിട്ട് കേൾക്കുക, പിന്നെ അതനുസരിക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും അല്ല, നന്മയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ മുത്തശ്ശിയോ നമ്മുടെ മുതിർന്നവരാരും നമ്മളെ ചീത്തയിലേക്ക് നയിക്കില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ ഞാനിതിനകത്ത് കുറേ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന കണ്ടോ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ന്യൂ വേർഡ്സ് ആണ്. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഓരോ വേർഡും 3 times എഴുതിയെടുക്കുക. എന്തൊക്കെയാണെന്ന് കണ്ടോ. നിശുൽക്ക, സംഛായ, ബുലുവായ, നികമ്മേ, മജ്ബൂത്ത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കഥ എഴുതിയത് ആരാണ്? രാമജന്മ ശർമ്മ എന്ന് പറയുന്ന ഒരു കഥാകാരനാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. നല്ലൊരു കഥയാണിതല്ലേ. അപ്പം എല്ലാവരും ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ ഒരു 3 തവണയെങ്കിലും വായിക്കുക. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെ മനസ്സിലാകാഴിയോ എന്തുണ്ടെങ്കിലും പ്ലീസ് എന്നോട് ചോദിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കാണാപാഠം പഠിക്കരുത്, പഠിച്ചു തന്നെ മനസ്സിലാക്കി പഠിക്കുക. बिना कही बात एक रियासत थी, नाम था कंचनगढ़। कंचनगढ़ में बहुत गरीबी थी, चारों ओर भुखमरी थी। कंचनगढ़ के राजा कंचनदेव अपनी रियासत की ऐसी हालत को देखकर बहुत दुखी थे। उन्हें कोई उपाय नहीं सूझ रहा था। एक दिन कंचनदेव राज्य की दशा से बहुत चिंतित बैठे थे। अचानक उनके पास एक साधु आए। राजा ने साधु को प्रणाम किया। प्रसन्न रहो बेटा, साधु ने राजा को आशीर्वाद दिया। कंचनदेव ने साधु को अपने राज्य के बारे में बताया। साधु मुस्कुराकर बोले, कंचनगढ़ सचमुच कंचनगढ़ है, इसके नीचे सोने की खान है। इतना कहकर साधु चले गए। राजा ने खुदाई करवाई, वहां सोने की खान निकली। राजा का खजाना सोने से भर गया। राजा ने अपने राज्य में जगह जगह मुफ्त भोजनालय बनवाए, दवाखाने खुलवाए, चरागाह बना दिए। अब वहां कोई दुखी न था, सब लोग खुश थे। किंतु वे आलसी हो गए थे, कोई भी काम नहीं करता था। उन्हें मुफ्त में जो सब कुछ मिलने लगा था। मंत्री ने राजा को बहुत समझाया, महाराज लोग आलसी होते जा रहे हैं, उनको काम दिया जाए। पर राजा ने मंत्री की बात सुनकर टाल दी। कंचनगढ़ की समृद्धि और लोगों के आलसी होने की बात जानकर पड़ोसी राजा ने कंचनगढ़ पर चढ़ाई कर दी और मांग की, सोना दो या लड़ो। कंचनगढ़ के आलसी लोगों ने राजा से कहा, बहुत सोना है, कुछ दे दीजिए, बेकार में खून क्यों बहाया जाए। राजा ने लोगों की बात मान ली और सोना दे दिया। यह देख मंत्री को बहुत दुख हुआ। एक दिन वह कंचनदेव को नगर से पूर्व की ओर घुमाने ले गया। कंचनदेव ने देखा मैदान में दूर तक दाने बिखरे हैं, काफी कबूतर वहां दाना चुग रहे हैं और थोड़ी दूरी पर कुछ कबूतर मरे पड़े हैं। राजा ने मरे हुए कबूतरों के बारे में मंत्री से पूछा। मंत्री ने बताया, महाराज इन्हें शिकारी पक्षियों ने मारा है। शिकारी पक्षियों को यह मालूम है कि कबूतर दाना चुगने यहीं आते हैं। कंचनदेव यह सुनकर परेशान हो गए। अगले दिन मंत्री उनको दूसरी दिशा में ले गया, किंतु दूसरी दिशा में भी वही दृश्य था। दाना बिखरा पड़ा था, कबूतर दाना चुग रहे थे, कुछ कबूतर मरे पड़े थे। राजा ने मंत्री से पूछा तो उसने फिर वही उत्तर दिया, शिकारी पक्षियों ने इन्हें भी मार डाला है। तो कबूतर भागते क्यों नहीं? वे इसलिए नहीं भागते हैं क्योंकि वे सब आलसी हो गए हैं। उन्हें मुफ्त में दाना जो मिलने लगा है, वे दाना खाने आते हैं और शिकारी पक्षी उन्हें आसानी से मार डालते हैं। मंत्री ने राजा को समझाया। राजा की आंखें खुल गईं। शाम को उन्होंने मंत्री को बुलवाया, कहा, नगर के सारे मुफ्त भोजनालय बंद करवा दो, जो मेहनत करें वे ही खाएं। लोग निकम्मे होते जा रहे हैं। और हाँ, एक बात और, मैं अब शत्रु के सोना मांगने पर सोना नहीं दूंगा, सिर्फ लड़ूंगा। जाओ सेना को मजबूत बनाओ।
मंत्री राजा की बात सुनकर बहुत खुश हुआ। बोला, महाराज, मैं तो बहुत दिनों से यही बात कहना चाहता था, लेकिन आपके क्रोध के डर से चुप रहा। यह सुनकर राजा हंस पड़े। बोले, तुम्हें मान गया, तुम बिना कहे भी अपनी बात खूब कहना जानते हो। लेखक राम जन्म शर्मा। ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് നോട്ട്സ് കൂടെ ടീച്ചർ ഒന്ന് തരാം. ഞാൻ ഇതിനകത്ത് ഓരോ ചാപ്റ്റർ അല്ലെ ഓരോ പാരഗ്രാഫും പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് വേർഡ് മീനിങ് ഒക്കെ പറയാറുള്ളതാണ്. എങ്കിലും റിയാസത്ത് എസ്റ്റേറ്റ് ഇതിനകത്ത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പം വേർഡ് മീനിങ് എല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതി പഠിക്കുക. പിന്നെ ഒരു മുഹാവര നമുക്കുണ്ട് അല്ലേ. മുഹാവര എന്ന് പറഞ്ഞാൽ എന്താ, ഐഡിയം അല്ലേ. ആങ്കേം കുൽന, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കണ്ണ് തുറക്കുക. അതുവരെ അടഞ്ഞിരുന്ന കണ്ണ് തുറന്നു എന്നാണ് അതിനർത്ഥം. അല്ല, എന്താ സച്ചേത് ഹോന മീൻസ് എന്താണ്, നമ്മൾ എന്താ പറയുക, കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അതിനെന്താ നമ്മൾ പറയുക കറക്റ്റും, ഓരോരുത്തരുടെ കണ്ണ് തുറന്നത് ഇപ്പോഴാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. കാര്യഗതികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ വികൽപ്പ് ചുനിയെ, കഞ്ചൻഗഡ് മേ ചാരോ ഓർ ക്യാ വ്യാപ്തത. കഞ്ചൻഗഡിൽ നാലുപാടും എന്താണ് വ്യാപൃതമായത്? ഭുക്കുമരി. ഭുക്കുമരി മീൻസ് പട്ടിണി മരണം അല്ലേ. ദെൻ കഞ്ചൻഗഡ് മേം കിസ് ചീസ് കി ഖാൻതി. കഞ്ചൻഗഡിൽ എന്ത് വസ്തുവിൻ്റെ ഖജനാവായിരുന്നു ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? സോനേക്ക്. കബൂതരോം കോ കോൻ മാർത്താ ഥ. ആരാണ് പ്രാവുകളെ കൊന്നിരുന്നത്? ആരാണ്? ശിക്കാരി പക്ഷി. നഗർ के निःशुल्क भोजनालय बंद करवाने के लिए किसने कहा? നഗർ के निःशुल्क भोजनालय बंद करवाने के लिए किसने कहा? നഗരത്തിലെ ഫ്രീ ആയ ഹോട്ടലുകൾ നിർത്താൻ ആരാണ് പറഞ്ഞത്? രാജാനെ. മൈതാൻ മേം കോൻ ദാന ചുഗ് രഹേ ഥെ. മൈതാനത്തിൽ ആരായിരുന്നു ധാന്യമണികൾ തിന്നുകൊണ്ടിരുന്നത്? കബൂതർ. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരികയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പേരൻസ് മീറ്റിങ്ങിലും പറഞ്ഞിരുന്നു, തരുന്ന ടാസ്കുകൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളത് ചെയ്ത് എനിക്ക് അയച്ചു തരണം, കേട്ടല്ലോ. കിസ്നെ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞു? ഹൂ സെഡ് ടു ഹും. കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് ഹെ. കഞ്ചൻഗഡ് യഥാർത്ഥത്തിൽ കഞ്ചൻഗഡ് ആണ്. ഇസ്കെ നീച്ചെ സോനേക്ക് ഖാൻ ഹെ. ഇതിൻ്റെ ഉള്ളിൽ സ്വർണത്തിൻ്റെ ഖജനാവുണ്ട്. ഇത് ആര് ആരോട് പറഞ്ഞു? ഇതിപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഞാൻ പറഞ്ഞു തരാം. ഇതാരാ പറഞ്ഞത്? സാധുനെ. കിസ്നെ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? സാധുനെ രാജാസെ കഹ. അങ്ങനെ ഓരോ വാക്കും സന്യാസി രാജാവിനോട് പറഞ്ഞു. സാധുനെ രാജാസെ കഹ. അടുത്തത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളിത് പാഠഭാഗം വായിക്കുമ്പോൾ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ലോക് ആലസി ഹോത്തേ ജാ രഹേ ഹെ ഉൻകോ കാം ദിയാ ജായ്. ആളുകൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് ജോലി കൊടുക്കണം എന്ന് ആര് ആരോടാണ് പറഞ്ഞത്? കിസ്നെ എന്നുള്ളിടത്ത് ആ ആളിൻ്റെ പേര് എഴുതി നെ എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് ആരോടാണെന്നുള്ള ആളിൻ്റെ പേര് എഴുതിയിട്ട് സേ കഹ എന്ന് എഴുതണം. അടുത്തത് ബഹുത്ത് സോന ഹെ കുച്ച് ദേ ദീജിയെ ബേക്കാർ മേ കൂൻ ക്യോം ബഹായ ജായ്. ധാരാളം സ്വർണം ഉണ്ടല്ലോ, അതിൽ കുറച്ചങ്ങ് കൊടുത്തേര്, വെറുതെ എന്തിനാണ് ബ്ലഡ് ഷെഡ് ഉണ്ടാക്കുന്നത് എന്ന് ആര് ആരോടാണ് പറഞ്ഞത്? അതും എഴുതുക. അടുത്തത് പ്രസന്ന രഹോ ബേഠ. പ്രസന്നനായിരിക്കൂ മകനെ എന്ന് ആരോടാണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യാമെങ്കിൽ ചെയ്യുക, കാരണം ശ്രമിക്കുക, നമുക്കെല്ലാം ചെയ്യണമല്ലോ. ഇവിടെ ആണെങ്കിലും വിലോം ശബ്ദ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതൊരു ബോക്സിനകത്ത് തന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് എടുത്തെഴുതാൻ പറ്റുന്നവർ എഴുതുക. ഞാനിപ്പം അവിടെ ചെയ്തിട്ടുണ്ട്. രാജ രംഗ്. രംഗ് എന്ന് പറയുന്നത് ദരിദ്രൻ. ഗരീബി അമീരി, ദുഃഖി സുഖി, ആലസി മേഹനത്തി, ശ്യാം സുബ്, ശത്രു മിത്ര. അപ്പോൾ കണ്ടോ, ഞാനിവിടെ തന്നിരിക്കുന്ന ഈ ടാസ്ക് നിങ്ങൾ ചെയ്തിട്ട് എനിക്കിത് എല്ലാവരും അയച്ചു തരിക. ഇതെനിക്ക് സെൻഡ് ചെയ്യാത്തവരെ ഞാൻ പ്രത്യേകം വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാവരും തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ധന്യവാദം.